ഇപ്പോൾ സംവിധായകൻ ബൈജു കൊട്ടാരക്കര കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു കൊട്ടാരക്കര, വിൻസി പേര് പറഞ്ഞിരിക്കുകയാണ്, ഔദ്യോഗികമായ പരാതി നൽകിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയാണ് പ്രതിസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ച് സെറ്റിൽ വെച്ച് സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറി എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? അല്ല, ഈ ഷൈൻ ടോം ചാക്കോയുടെ പേര് തന്നെ പല പ്രാവശ്യം എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു. അയാളെ കയ്യോടെ പിടികൂടിയതാണ്, എറണാകുളത്ത് നിന്ന് അയാളെ കയ്യോടെ പിടികൂടിയതാണ്. അതോടൊപ്പം തന്നെ ഒരിക്കലും ഈ ശ്രീനാഥ് ബാസിയും അതുപോലെ പ്രേഗമാട്ടിനെയും ഒക്കെ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചതാണ്. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പേരുവിവരങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇപ്പോഴും സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ കുറെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവരെയൊക്കെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി എടുത്ത് പടിയടച്ച് പിണ്ടം വെക്കണമെന്ന് ഞങ്ങളുടെ സമയം കഴിഞ്ഞു. അതാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ആളുകളെ പോലും ഇതിനകത്തേക്ക് അടിമകളാക്കാതെ അല്ലെങ്കിൽ അവരെ പോലും ഇതിലേക്ക് പ്രേരിപ്പിക്കാതെ ഇവരെ പോലുള്ള ആളുകളെയൊക്കെ സിനിമയ്ക്കകത്ത് അടിച്ചു പുറത്താക്കിയാണ് വേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഈ താന്തോന്നികളായിട്ട് നടക്കുന്ന കുറെ ആളുകൾ അവർ സിനിമ എന്ന് പറഞ്ഞുള്ള കാണിക്കുന്ന പേക്കൂത്തുകൾ, സിനിമ എന്ന് പറഞ്ഞ് കാണിക്കുന്ന പേക്കൂത്തുകൾ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കാണിക്കുന്ന ചില കാര്യങ്ങൾ, അതിന്റെ ഉദാഹരണത്തിന് ഇപ്പൊ റിലീസാവായിരിക്കും സിനിമകൾ എടുത്ത് നോക്കിയാൽ മതി. 400ഓളം സിനിമകൾ റിലീസാവാനിരിക്കുന്നു. ആരാ നടനെന്നറിയില്ല, ആരാ നടിയെന്നറിയില്ല. ഇവനെ പോലുള്ള ആളുകളൊക്കെ അഭിനയിക്കുന്ന ചില സിനിമകൾ, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളും അതിന്റെ നിർമ്മാതാക്കളെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടുത്തെ എക്സൈസും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അവരെ പരിശോധിക്കണം, അവരുടെ വീടുകൾ പരിശോധിക്കണം, അവരുടെ ഓഫീസുകൾ പരിശോധിക്കണം. കാരണം ഇവർക്കൊക്കെ എത്ര നഷ്ടം വന്നാലും ഈ പണം എവിടെ നിന്നും വരുന്നു, ഈ പണം എങ്ങോട്ട് പോകുന്നു, ഈ സെറ്റിൽ ചെലവാക്കുന്ന 5-6 കോടി രൂപയൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് വരുന്നത്, ഇതൊന്നും അന്വേഷിക്കുന്ന നാട്ടിൽ ഒരു നിയമമില്ലേ എന്ന് നമ്മളിങ്ങനെ ഈ ഓരോരുത്തർ പരാതി കൊടുക്കുമ്പോൾ മാത്രം ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ നാട്ടിലെ നിയമം എല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് തൂക്കിയെടുത്ത് അകത്തിടണമെന്ന്, അതാണ് ആദ്യം വേണ്ടത്. പരാതി ഇല്ലതായിരുന്നല്ലോ, ഇതര എത്ര നാളും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പൊ പരാതി ഉണ്ടല്ലോ, വിൻസിയുടെ പരാതിയില്ലേ? വിൻസിയുടെ പരാതി ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യുമോ? അറസ്റ്റ് ചെയ്യണം, അതാണ് വേണ്ടത്. അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ ഇവനൊക്കെ മണി പോലെ ഉത്തരം പറയും. അതെങ്ങനെ പിടിച്ച് അകത്തിട്ടാലും ജാമ്യത്തിൽ ഇറക്കാനും സിനിമാക്കാരുണ്ട്, പണം കൊടുത്ത് സഹായിക്കാൻ സിനിമാക്കാരുണ്ട്, അടുത്ത സിനിമയിലേക്ക് ബുക്ക് ചെയ്യാനും സിനിമാക്കാരുണ്ട്, മുഖ്യധാര സിനിമാക്കാരുണ്ട്, ചില സംഘടനകളുടെ നേതാക്കന്മാർ തന്നെയുണ്ട് ഇവർക്ക് മാപ്പ് കൊടുക്കാൻ. മാപ്പിന്റെ ഹോൾസെയിൽ ഡീലേഴ്സാണ് ഇവിടുത്തെ പല സംഘടനയുടെ നേതാക്കന്മാർ മലയാള സിനിമയിലെ. ഇത് എന്താണ് ഓരോ ദിവസങ്ങളും കേട്ടോണ്ടിരിക്കുന്നത്? തങ്ങൾക്ക് നേരെ ഈ വിലക്ക് പോലുള്ള നടപടി, ആജീവനാന്ത വിലക്ക് പോലുള്ള നടപടി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഈ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമമൊക്കെ സിനിമാ മേഖലയിൽ കൂടുന്നു എന്നുള്ള സാഹചര്യം വന്നപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന അടിസ്ഥാനത്തിലൊക്കെ ICC ഒക്കെ രൂപീകരിച്ചു. അത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോയിട്ടും ഇവർക്കൊന്നും അതിനൊന്നും പേടിയില്ല. ഈ ICC-കളെയോ അതുമൂലം ഉണ്ടാകുന്ന നടപടികളെയോ ഒന്നും പേടിയില്ല എന്നുള്ളതല്ലേ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഈ ഷൈൻ ടോം ചാക്കോയെ പോലുള്ള ആളുകൾ സമാനമായ രീതിയിൽ തന്നെ സിനിമാ സെറ്റിലൊക്കെ സ്ത്രീകളോടൊക്കെ പെരുമാറാൻ ഇടയാക്കുന്നത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്, ആ റിപ്പോർട്ട് ഇന്നവരെ പുറത്തുവിടാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞോ? ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നേ. ഇതിന് കാരണക്കാരായ ആളുകൾ ആരൊക്കെയായിരുന്നു, അതിനകത്ത് പേരുവിവരങ്ങളുള്ള ആളുകളുടെ എത്ര വലിയ കൊമ്പനാണെങ്കിലും ആ പേരുവിവരങ്ങൾ പുറത്തുവിടണം. അത് പുറത്തു വരട്ടെ, ജനം അറിയട്ടെ. കാരണം ജനത്തിന്റെ കാശുകൊണ്ടാണല്ലോ ഇവരൊക്കെ വലിയ ആളുകളാവുന്നത്. ജനം തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താവും? ഒരു ജനം വിചാരിക്കുകയാണ് ഞങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ല. പിന്നെ കുറെ ഊള ഫാൻസുകാരുണ്ടാവും ഇവർക്ക് ഓരോരുത്തർക്കും. പിന്നെ സോഷ്യൽ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കാനും കുറെ ഊളകളുണ്ടാവും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ വനിതാ തിയേറ്റർ മുമ്പിൽ ചെല്ലുമ്പോൾ കാണാം. ഓരോ പടത്തിന്റെയും പ്രിവ്യൂ ഇടുന്ന സമയത്ത് എറണാകുളത്ത് ഇടപ്പള്ളിയിലുള്ള വനിതാ തിയേറ്ററിന് മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു 150 സോഷ്യൽ മീഡിയ ആൾക്കാരുണ്ട്. 4 സബ്സ്ക്രൈബർ പോലും ഇല്ലാത്ത ആൾക്കാർ പോലും ഉണ്ട്. എല്ലാം പെയ്ഡ് പ്രൊമോഷനാണ്. ഓരോ സിനിമയ്ക്കും പെയ്ഡ് പ്രൊമോഷൻ. ആ പെയ്ഡ് പ്രൊമോഷൻ അല്ലാതെ പൈസ കൊടുത്തില്ലെങ്കിൽ പ്രൊമോഷൻ ഇല്ല. നെഗറ്റീവ് റിവ്യൂ ഇടും, നെഗറ്റീവ് കമന്റ് ഇടും. അതൊരു ബിസിനസ് വേറെ ലൈനില്. ഇവിടെ മര്യാദയ്ക്ക് സിനിമ ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്ന് ഒന്ന് വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഇപ്പോൾ ഉണ്ടാവൂ. യാതൊരു സംശയമില്ല അതിനകത്ത്. ആ വിരലിലുണ്ടാവുന്ന ആളുകൾ ചെയ്യുന്ന സിനിമയെ പോലും ഇപ്പോ ഈ പേരുദോഷം കൊണ്ട് ഇല്ലാതാക്കുന്ന രീതിയിലാണ് എവന്മാരുടെയൊക്കെ ഈ പ്രവൃത്തി കൊണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഈ ലഹരിക്കെതിരെ കേരളം മുഴുവൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ലഹരി ഉപയോഗിക്കരുത്. ആരോടാണ് പറയുന്നത്? പറയുന്ന ആൾക്കാരെല്ലാം ഒരു സൈഡിൽ പറയും. പക്ഷേ ചെയ്യുന്ന ഇവരെ പോലെ ആളുകൾ ഇത് ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, അതുകൊണ്ട് കാശുണ്ടാക്കുന്നു, സ്ത്രീകളെ കയറി പിടിക്കുന്നു, ലൊക്കേഷനിൽ അലമ്പുണ്ടാക്കുന്നു. ആർക്കും ഒരു പരാതിയില്ല. ഇവിടെ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ഒരു പരാതിയില്ല,
ചേംബറിനും പരാതിയില്ല, ചെഫ്റ്റയ്ക്കും ഇല്ല, മാക്ടയ്ക്കും ഇല്ല, ആർക്കും പരാതിയില്ല. ഇപ്പം വിൻസി ചേംബറിനാണ് പരാതി നൽകിയിട്ടുള്ളത്. ചേംബറിന്റെ പ്രതിനിധി അല്പസമയം മുമ്പ് ശ്രീ സജി നന്ദിയാട്ട് നമ്മളോട് പ്രതികരിച്ചിരുന്നു. ശ്രീ ബൈജു കൊട്ടാരക്കര അദ്ദേഹം പറഞ്ഞത് വിലക്കാണോ എന്ന് നമ്മൾ എടുത്തു ചോദിച്ചപ്പോൾ വിലക്കല്ല, സമാനമായ രീതിയിൽ എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്. ആ ഒരു വിലക്ക് ആകും എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ തയ്യാറാകുന്നില്ല. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ ചേംബർ ആരാണ് ഇതിനകത്ത് നടപടി എടുക്കാൻ? ചേംബർ ആരാണ്? നടപടി എടുക്കേണ്ടത് പോലീസാണ്. ഈ പറയുന്ന ചേംബറിന് ഒരു പരാതി കൊടുത്താൽ ചേംബർ ആ പരാതി പോലീസിന് കൈമാറണം. ഇല്ലെങ്കിൽ അവർ കാണിക്കുന്നത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. എന്നിട്ട് ആജീവനാന്തം വിലയ്ക്ക് തന്നെ നിർത്തണം. ഇവനൊന്നും സിനിമയിൽ വേണ്ടെന്ന്. എന്തിനിങ്ങനെ ഈ ഇൻഡസ്ട്രിക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ അവനെ പോലുള്ള ആളുകൾ? അത് നിർത്തിക്കണത്, അതാണ് വേണ്ടത്. ആ പരാതി ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിന് കൊടുക്കുകയാണ് ചേംബർ ചെയ്യേണ്ടത്. അല്ല കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് അവര് ഞങ്ങൾ നടപടിയെടുക്കും, ചേംബറോ അല്ലെങ്കിൽ അസോസിയേഷനോ ഒന്നും നടപടിയെടുക്കാനുള്ള അധികാരം അവർക്കില്ല. ആരും അവരെ അധികാരപ്പെടുത്തിയിട്ടുമില്ല. ഏതെങ്കിലും ക്രിമിനൽ കേസിലോ കഞ്ചാവ് കേസിലോ ലഹരി കേസിലോ ഇതേപോലുള്ള പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന കേസിലോ ഒക്കെ നടപടിയെടുക്കാൻ വേണ്ടി ഒരു സംഘടനകളെയും ഒരാളെ ഏൽപ്പിച്ചായിട്ട് ഭരണഘടന ഒരിടത്ത് ഞാൻ വായിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നിയമവും ഇല്ല. അതുകൊണ്ട് അവരത് പോലീസിൽ ഏൽപ്പിക്കണം. അതാണ് ആദ്യം ചെയ്യുന്നത്. പോലീസിൽ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും കൃത്യമായൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സംഘടനാപരമായ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പേരിന് ഒരു നടപടിക്ക് ഈ വിഷയവും ഒതുക്കി തീർക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? 101% അത് തന്നെയായിരിക്കും. സജീന്ദ്രേട്ടൻ ആരാണ് ഇവിടുത്തെ DGP? സംഘടനാപരമായ നടപടി എടുക്കാനായുള്ളവർ എന്ത് നടപടി എടുക്കുന്നത്? കൂടിപ്പോയ നടപടിയെടുക്കും. അയാളെ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പോഴേക്കും സിനിമയിലെ വേറെ ചില നേതാക്കന്മാർ വരും. അവർക്ക് മാപ്പ് കൊടുക്കാം, ഇത്ര നാൾ പുറത്തു നിർത്തിയില്ലേ എന്ന് പറഞ്ഞ് മാപ്പ് കൊടുക്കാൻ കുറെ ആളുകൾ പുറത്തു വരും. അതോടെ വീണ്ടും സിനിമയിൽ സജീവമാവും. തറയിൽ കിടന്നും ഇരുന്നും ചരിഞ്ഞും ഒക്കെ ഇന്റർവ്യൂ കൊടുക്കും. സോഷ്യൽ മീഡിയ പ്രൊമോട്ടേഴ്സ് അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ പോകുന്നത് കണ്ടോ, അവൻ നടക്കുന്നത് കണ്ടോ, അവൻ ഇരിക്കുന്നത് കണ്ടോ, അവന്റെ തൊപ്പി കണ്ടോ, അവന്റെ മൂക്ക് കണ്ടോ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആ കാര്യങ്ങളെ കുറിച്ച്. ഇതെല്ലാം എടുത്തിട്ടിട്ട് പിന്നെ അവസാനം ചെയ്യുന്ന എന്താ? അവരെ വീണ്ടും സജീവമാക്കും. വീണ്ടും ഈ കച്ചവടം ഇങ്ങനെ പൊടി പിടിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു ആർജവമുള്ള സർക്കാരാണെന്നാണല്ലോ അവകാശപ്പെടുന്നത് പിണറായി വിജയൻ സർക്കാർ. എന്തുകൊണ്ട് ഈ ലഹരിക്കെതിരെ ശ്രീമാൻ പിണറായി വിജയൻ പോലും വളരെ ശക്തമായി പറഞ്ഞു, ലഹരിക്കെതിരെ ഞങ്ങൾ വളരെ ശക്തമായി നടപടിയെടുക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ന്യൂസ് 8 തന്നെ ഞാനിപ്പോ ഏതാണ്ട് 6ാമത്തെ 7ാമത്തെ ചർച്ചയാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഈ ലഹരിക്കെതിരെയുള്ള ചർച്ചയ്ക്ക് വരുന്നത്. അങ്ങനെ ഓരോ ചാനലുകളും. അപ്പൊ അത് ഈ കാര്യങ്ങൾ നടക്കുമ്പോ ഇതിനെതിരെ നടപടി എടുക്കാതെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് 10 പൂട്ടിയിട്ടിട്ടും കാര്യമില്ല. അതിനെ ഒരു ലോക്കൽ നേതാവോ ഒരു സംസ്ഥാന നേതാവോ ഒന്നും പൂട്ടിയിട്ടത് കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതിന്റെ പങ്കുപറ്റുന്ന ആളുകൾ ഇതിനകത്ത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും വളരെ സജീവമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്ര നിർവ്യാജം നടക്കുന്നത്. ഈ ഇടയ്ക്കില്ലേ ഓരോ തസ്ലീം പറഞ്ഞ ഒരു പെണ്ണെ ഓരോ 2 കിലോ 2 കോടിയുടെ കഞ്ചാവുമായിട്ട് പിടിച്ചത്, ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിച്ചത്. അതിനകത്തും പറഞ്ഞല്ലോ 2 താരങ്ങൾക്ക് കൊടുക്കുന്നു. അതിനകത്ത് ശ്രീനാഥ് ബാസിയുടെയും ഷൈൻഡോൺ ചാക്കോയുടെയും പേര് അവർ പറഞ്ഞില്ലേ? ഇപ്പൊ വിൻസി പറഞ്ഞില്ലേ? നേരത്തെ അറസ്റ്റ് ചെയ്തില്ലേ? പ്രേഗമാട്ടിനോടൊപ്പം ശ്രീനാഥ് ബാസിയെ പിടിച്ചില്ലേ? ഇതൊക്കെ എന്താ ഞാൻ ചോദിക്കുന്നത്. എന്നിട്ടും ഇവരിങ്ങനെ സാഹൂതം ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നടക്കുന്നെങ്കിൽ അത് ഈ ഇൻഡസ്ട്രിയുടെ കഴിവുകേടാണ്, മലയാള സിനിമയുടെ കഴിവുകേടാണ്. അല്ലെങ്കിൽ യവനെ പോലെയുള്ള ഈ ആളുകളെ പേടിയാണ് ഇവർക്ക്. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് പേടിയാണ്. അതിന് പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ടാവും. അല്ലെങ്കിലൊന്നും ഇതിങ്ങനെ നടന്നു പോകില്ല, 100% ഉറപ്പാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, കഴിഞ്ഞ ദിവസം വിൻസി പേര് പറയാതെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടെയും വിൻസിയൊക്കൊപ്പം ഉണ്ടാകുമെന്ന് ഇന്നലെ അമ്മ അറിയിച്ചിരുന്നു. ചിലപ്പോൾ ആ ഒരു ധൈര്യത്തിന്റെ പുറത്തായിരിക്കാം വിൻസി ഇന്ന് ഈ പരാതിയുമായി മുന്നോട്ട് നീങ്ങിയത്. അമ്മയുടെ നടപടിയിൽ താങ്കൾ ഏത് തരത്തിലാണ് പ്രതീക്ഷ വെക്കുന്നത്? അമ്മയൊന്നും ഒരു നടപടി എടുക്കുന്നില്ല. അമ്മ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മയിലേക്ക് മിക്കവാറും ഇപ്പോൾ ഉള്ള അംഗങ്ങളുടെ ചിലപ്പോൾ ഒരു അംഗസംഖ്യ ഒരുപാട് ചുരുങ്ങും. കാരണം ഇത് ലഹരി ഉപയോഗിക്കാതെ ലൊക്കേഷനിലൊക്കെ വരുന്നവർക്കെതിരെ നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ എന്ന സംഘടനയുടെ അംഗസംഖ്യ ഒരുപാട് ചുരുക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് അതിനകത്ത് ലോബി ആയിട്ട് പിടിമുറുക്കിയിരിക്കുന്ന ചില ആളുകൾ, പല ലോബികളാണ്. അങ്ങനെ പിടിമുറുക്കിയിരിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും അവര് പുറത്താക്കാനോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാനോ ഇവരൊന്നും ചെയ്യില്ല. ഇപ്പൊ വിൻസിക്ക് സപ്പോർട്ട് കൊടുക്കുമെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിജീവിതയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിക്കെന്താണ് അവരെന്താണ് കൂടെ നിൽക്കായിരുന്നത്? കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? ഒരുപാട് അപ്പോസ്റ്റലന്മാരുണ്ടല്ലോ അതിനകത്ത്.
ഘോരഘോരം പ്രസംഗിക്കുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്, എത്രയോ പാർട്ടിക്കാരുണ്ട്. അവിടെ രാഷ്ട്രീയമല്ല വേണ്ടത്. അങ്ങനെ വരുമ്പോ അവർക്ക് കൊടുക്കാനുള്ള സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത്. ആദ്യം ഒന്നുമില്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന പണിയെങ്കിലും കാണിക്കണം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾ നടപടിയെടുക്കും, ഞങ്ങൾ ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ച് ചെയ്യും എന്ന് പറയും ഏതെങ്കിലും ക്യാമറ കാണുമ്പോൾ വിളിച്ചു പറയുന്നതല്ല ഒരു സംഘടനാ പ്രവർത്തനം എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അത് അമ്മയായാലും വെക്കയായാലും ആക്ടയായാലും ആരായാലും ശരി, ക്യാമറ കാണുമ്പോൾ മാത്രം വിളിച്ചു പറയുന്ന നല്ല സംഘടനാ പ്രവർത്തനം. ഈ ഫിലിം ചേമ്പർ ഇപ്പൊ ഇത് പോലീസ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ മറ്റു പലരും ഇത് പോലീസ് കൊടുക്കാൻ തയ്യാറാവും. DGP-ക്ക് ഇത് പരാതി കൊടുക്കാനും ഇതിന് കേസെടുപ്പിക്കാനും തയ്യാറാവും. അതും കൂടെ ചേമ്പർ ഓർത്താൽ നന്ന്. ശരി, വളരെ നടപടിയല്ല ഇവിടെ ആവശ്യം. ബൈജു കൊട്ടാരക്കര ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് വ്യക്തമാണ് താങ്കളുടെ നിലപാട്.